നമസ്കാരം. ഡിഗ്രി പ്രിലിംസ് 2026 ഭരണഘടനയുടെ മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു മോക്ക് ടെസ്റ്റാണ്. ഈ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസ് എന്നും ഏത് ഏരിയയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കേണ്ടതെന്നും മനസ്സിലാവുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻറ്റ് ചെയ്യുക. പൗരത്വം ആയി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1955 പൗരത്വ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കി. ഭാഗം 2 പൗരത്വത്തെക്കുറിച്ചു പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഈ 3 പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? നിങ്ങൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. പ്രസ്താവന ചോദ്യം ആയതുകൊണ്ട് തന്നെ ഒരു 2 സെക്കൻഡ് സമയം തരികയാണ്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് അതും തന്നെ ശരിയായതാണോ ശരിയല്ലാത്തതാണോ എന്ന് നോക്കുക. ഉത്തരം പറയാൻ പോകുന്നു. 1, 2, 3 ശരി. ഇത് 3ഉം ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. പൗരത്വം നിയമം പാർലമെൻറ്റ് 1955 പാസാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 പൗരത്വം, ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കുക. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. 4 പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ് കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ്. ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 11 രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 123 ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഇതിൽ രണ്ടാമത്തേത് ആർട്ടിക്കിൾ 111 ആർട്ടിക്കിൾ 11 ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. ആർട്ടിക്കിൾ 111 രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം കേട്ടോ. അപ്പോൾ അതാണ് പ്രസ്താവന വരുന്നത്. അപ്പോൾ ഞാൻ തിരുത്തി വായിക്കുമ്പോൾ നിങ്ങൾ തിരുത്തി വായിച്ചു കൊള്ളുക. ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരി തന്നെയാണ്. ആർട്ടിക്കിൾ 111 വന്നേക്കുന്നത്. ആർട്ടിക്കിൾ 111 രണ്ടാമത്തെ, തിരുത്തി വായിക്കണം. അപ്പോൾ ഇതെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, 111 വീറ്റോ പവർ, 123 ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം, ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? 1, 2, 3, 4 ശരിയാണ്. അടുത്ത ചോദ്യം. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയുടെ 80-ാം വകുപ്പ് പ്രകാരം രൂപീകൃതമായി. ആദ്യത്തെ പ്രസ്താവന ഭരണഘടനയുടെ 80-ാം വകുപ്പ് പ്രകാരം രൂപീകൃതമായി. രണ്ടാമത്തെ പ്രസ്താവന ഉപരിസഭ എന്നറിയപ്പെടുന്നു. ഉപരിസഭ കാലാവധി 6 വർഷം, അംഗമാവാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഒന്ന് നോക്കിക്കേ, ഇതിനകത്ത് ഏതൊക്കെ പ്രസ്താവനകളാണ് തെറ്റ്, എല്ലാം ശരിയാണോ, എന്താണ് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കേ. ഇതിൽ 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 2ഉം ശരി എന്ന ഉത്തരമാണ് വരുന്നത്. 80-ാം വകുപ്പ് പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായത്. ഉപരിസഭ എന്നറിയപ്പെടുന്നു. അപ്പോൾ ലോകസഭ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. കാലാവധി 6 വർഷം. ഈ പ്രസ്താവന തെറ്റാണ്. എന്താണ് 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റായിപ്പോയത്? കാലാവധി 6 വർഷമല്ല. ഇതിൻ്റെ രാജ്യസഭ ഒരു സ്ഥിരം സമിതിയാണ്. രാജ്യസഭയുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ അത് സ്ഥിരം സഭയാണ്. കാലാവധി 6 വർഷം തെറ്റാണ്. അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. 35 വയസ്സല്ല, 30 വയസ്സാണ്. അപ്പോൾ അതുകൊണ്ട് 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. തെറ്റ് ചോദിക്കുകയാണെങ്കിൽ 3ഉം 4. ഇവിടെ ശരി ചോദിച്ചിരിക്കുന്നത് കൊണ്ട് 1ഉം 2ഉം ശരിയാണ്. അടുത്തത് ഭരണഘടനാ ഭേദഗതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചല്ലോ, ശരിയല്ലാത്ത പ്രസ്താവന, ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിയല്ലാത്തതെന്ന് വെച്ചാൽ എന്താ? തെറ്റാണ്. അപ്പോൾ അവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് എന്ത് തെറ്റെന്ന് കണ്ടെത്തിയാൽ മതി. 42-ാം ഭേദഗതി പ്രകാരം 5 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 52-ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നു. 73-ാം ഭേദഗതി പ്രകാരം നഗരപാലികാ നിയമം
73-ാം ഭേദഗതി പ്രകാരമാണ് നഗരപാലികാ നിയമം നിലവിൽ വന്നത്. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ സി എന്ന ഓപ്ഷനാണ് തെറ്റ് വരുന്നത്. കാരണം 73-ാം ഭേദഗതി പ്രകാരം നഗരപാലികയല്ല പഞ്ചായത്തി രാജാണ് നിലവിൽ വന്നത്. 74-ാം ഭേദഗതിയാണ് നഗരപാലികാ നിയമം. അപ്പോൾ എയും ബിയും ശരിയാണ്. 42-ാമത്തെ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42-ാം ഭേദഗതി പ്രകാരം 5 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 52-ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 73-ാം ഭേദഗതി നഗരപാലികയല്ല പഞ്ചായത്തി രാജാണ്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. അടുത്തത് പഞ്ചായത്തി രാജ്. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ചോദ്യമാണ്. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായത് കമ്മിറ്റികളെക്കുറിച്ചാണ്. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളെക്കുറിച്ചാണ് പറയുന്നത്. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായത് ബൽവന്ത് റായി മേത്ത കമ്മിറ്റി. ത്രിതല പഞ്ചായത്ത് ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്തത് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് EMS. ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ 3 പ്രസ്താവനകളും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിൻ്റാണ്. ഈ ക്ലാസ്സിൽ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പോയിൻ്റാണ് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക്. ഇതിനകത്ത് ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ബൽവന്ത് റായി മേത്ത കമ്മിറ്റി. ത്രിതല പഞ്ചായത്തിനെ 2 തലം ദ്വിതലമാക്കണമെന്ന് പറഞ്ഞത് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് EMS. അടുത്തത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അനുച്ഛേദം 324 ഒന്നാമത്തെ പ്രസ്താവന തന്നിരിക്കുന്നു. രണ്ടാമത്തേത് 1950 ജനുവരി 25 നിലവിൽ വന്നു. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. അപ്പോൾ ശരിയായ പ്രസ്താവനയിൽ നിന്നാണ്. ഇതിൽ ഓപ്ഷൻസ് ഉൾക്കൊള്ളിക്കാൻ വിട്ടുപോയതാണ്. ഈ 4 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് തന്നെ പഠിച്ചോളുക. അനുച്ഛേദം 324 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1950 ജനുവരി 25 നിലവിൽ വന്നത്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത 7ാമത്തെ ചോദ്യം നോക്കിക്കേ. നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അതിനകത്ത് ഞാൻ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ഉത്തരം കൊടുത്തേക്കാണ്. അപ്പോൾ ഒന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ആരാണ് കേരള സംസ്ഥാനത്തിലെ നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഷാജഹാനാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്ത ചോദ്യം, ധനകാര്യ കമ്മീഷനുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിലൊരു പ്രസ്താവന ധനകാര്യ കമ്മീഷനുമായിട്ട് യോജിക്കുന്നതല്ല. വായിച്ചു നോക്കിക്കേ. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ ചോദിക്കുന്നത് ദേശീയ ധനകാര്യ കമ്മീഷനാണ്. ആർട്ടിക്കിൾ 280 ശരിയാണ്. കാലാവധി 5 വർഷം ശരിയാണോ? കാലാവധി 5 വർഷം ശരിയാണ്. 1951 നിലവിൽ വന്നു. ശരിയായ പ്രസ്താവനയാണ്. 1ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. തെറ്റാണ്. 1ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KC നിയോഗിയാണ്. അപ്പോൾ പഠിച്ചുകൊള്ളുക. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാലാവധി 5 വർഷം. 1951 നിലവിൽ വന്നു. 1ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KC നിയോഗിയാണ്. അടുത്തത് CAG. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAGയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കുന്നു. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കുന്നു. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നുള്ള ചിലവുകൾ പരിശോധിക്കുന്നു. കണ്ടിൻജൻസി ഫണ്ടും പബ്ലിക് അക്കൗണ്ടുകളും ഓഡിറ്റ് ചെയ്യുന്നു. അനുച്ഛേദം 148 CAGയെക്കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ ഈ 4 പ്രസ്താവനകളും നോക്കിക്കേ. CAG ഇതൊക്കെ നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകളല്ലെങ്കിൽ ഇപ്പം തന്നെ പോയി പഠിച്ചുകൊള്ളുക. അല്ലെങ്കിൽ ഈ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ പോർഷനിൽ ക്യാപ്സ്യൂൾ പോലെ പഠിച്ചെടുക്കാം. ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരിയാണ്. CAG ആണ് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നതും കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നുള്ള ചെലവുകൾ പരിശോധിക്കും. കണ്ടിൻജൻസി ഫണ്ടും പബ്ലിക് അക്കൗണ്ടുകളും ഓഡിറ്റ് ചെയ്യും. അനുച്ഛേദം 148 CAGയെക്കുറിച്ച്, CAGയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അനുച്ഛേദം 148. ക്ലിയർ ആണല്ലോ.
അടുത്ത നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം: വനം, പോലീസ്, വിവാഹം, മായം ചേർക്കൽ. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം വരുന്നത്? 10ാമത്തെ ചോദ്യമാണ്. ഏതാണ് ശരിയായ ഉത്തരം വരുന്നത് നോക്കിക്കേ. കൺകറൻറ്റ് ലിസ്റ്റിൽ വരാത്തതാണ് പോലീസാണ് അല്ലേ. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? വനം, വിവാഹം, മായം ചേർക്കൽ. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിലാണ്? നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, 3 ലിസ്റ്റുകളാണ് ഭരണഘടനയിൽ ഉള്ളത്. അപ്പോൾ ഏത് ലിസ്റ്റിലാണ് ഈ പോലീസ് വരുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 10 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഭരണഘടനയുടെ ഭാഗത്തു നിന്ന് കിട്ടി, ഇനി നിങ്ങൾ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഐഡിയയും കൂടെ ഈ വീഡിയോയിൽ നിന്നും കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡിഗ്രി പ്രിലിംസ് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുക. താങ്ക്